ത്രേതായുഗത്തിൽ വസിച്ചിരുന്ന അതീവ ശക്തനായ രാക്ഷസ രാജാവ്, മഹാപണ്ഡിതനും അതീവ ബലശാലിയുമായിരുന്നു രാവണൻ. കൈലാസം പോലും ഉയർത്തുവാൻ ശ്രമിച്ച് തൻ്റെ പരാക്രമം കൊണ്ട് സാക്ഷാൽ മഹാദേവനെ പോലും പ്രസാദിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പരമഭക്തൻ. 3 ലോകങ്ങളും കീഴടക്കി ദേവകളെ പോലും ഭയപ്പെടുത്തിയ അതീവ ശക്തനായ ലങ്കേശൻ രാവണന്റെ ശക്തമായ ആയുധങ്ങൾ. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. ബ്രഹ്മദേവന്റെ പൗത്രനും പുലസ്ത്യന്റെ പുത്രനുമായ വിശ്രവസ് സുമാലിയുടെ പുത്രിയായ കൈകസിയെ വിവാഹം കഴിച്ചു. ഇവർക്ക് 4 സന്താനങ്ങൾ പിറന്നു. അവരായിരുന്നു രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ. ഇവരുടെ സഹോദരിയായിരുന്നു ശൂർപ്പണഖ. ഇതേ വിശ്രവസിന് മറ്റൊരു പത്നിയായ ദേവവർണിയിൽ പിറന്ന പുത്രനായിരുന്നു കുബേരൻ. ഈ കുബേരനായിരുന്നു ലങ്കയുടെ അധിപതി. പ്രപഞ്ചശില്പി വിശ്വകർമാവ് ഇന്ദ്രദേവന് വേണ്ടി ത്രികുട പർവ്വതത്തിന്റെ മുകളിൽ നിർമ്മിച്ച മനോഹരമായ നഗരമായിരുന്നു ലങ്ക. ഇന്ദ്രദേവനിൽ നിന്ന് ഈ നഗരം രാക്ഷസന്മാരായ മാല്യവാനും സുമാലിയും മാലിയും കൈക്കലാക്കി. ഇവരുടെ മരണശേഷം ജനവാസമില്ലാതെ ശൂന്യമായി കിടന്ന ഈ നഗരം കുബേരൻ സ്വന്തമാക്കി. നന്നേ ചെറുപ്പത്തിൽ തന്നെ സകല വേദങ്ങളിലും മന്ത്രങ്ങളിലും രാവണൻ അസാമാന്യമായ അറിവുണ്ടായിരുന്നു. സ്വന്തം മാതാവായ കൈകസിയുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മദേവനെ തപസ് ചെയ്ത് അമരത്വം വരമായി വാങ്ങി ത്രിലോകങ്ങളെയും കീഴടക്കുവാൻ രാവണൻ അതികഠിനമായ തപസ് ആരംഭിച്ചു. രാവണൻ പഞ്ചാഗ്നി മധ്യത്തിൽ 1000 വർഷം തപസ് ചെയ്തിട്ടും ബ്രഹ്മദേവൻ പ്രത്യക്ഷനായില്ല. കുപിതനായ രാവണൻ സ്വന്തം ശിരസ് ഛേദിച്ച് അഗ്നിയിൽ ഹോമിച്ചു. ഇങ്ങനെ 9000 വർഷം കൊണ്ട് 9 ശിരസുകൾ അഗ്നിയിൽ ഹോമിച്ചു. ഒടുവിൽ 10ാമത്തെ തലയറക്കുവാൻ മുതിർന്നപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അമരത്വം ആവശ്യപ്പെട്ട രാവണനോട് അമരത്വം സൃഷ്ടി നിയമങ്ങൾക്കെതിരാണെന്നും അതിനാൽ മറ്റെന്തെങ്കിലും വരം ആവശ്യപ്പെടുവാനും ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു. ദേവകൾ, അസുരന്മാർ, ഭൂതങ്ങൾ, യക്ഷന്മാർ, ഗന്ധർവന്മാർ, സർപ്പങ്ങൾ, വന്യമൃഗങ്ങൾ ഇവർക്കാർക്കും തന്നെ വധിക്കുവാൻ സാധിക്കരുതെന്ന വരം രാവണൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിൽ മനുഷ്യനെ രാവണൻ ഉൾപ്പെടുത്തിയില്ല. മനുഷ്യരെ വളരെ നിസാരനായി കണ്ട രാവണൻ ശക്തനായ തന്നെ ഒരിക്കലും ഒരു മനുഷ്യന് വധിക്കുവാൻ സാധിക്കില്ലെന്ന് കരുതി. വരം നൽകിയ ശേഷം ബ്രഹ്മദേവൻ നിരവധി ദിവ്യാസ്ത്രങ്ങളും രാവണന് നൽകി. രാവണന്റെ ദിവ്യാസ്ത്രങ്ങളിൽ പ്രധാനമായിരുന്നു താമസാസ്ത്രം. ഈ അസ്ത്രം ശത്രുവിന് ഭയാനകരമായ ഇരുട്ടും മിഥ്യയും സൃഷ്ടിക്കുന്നു. കൂടാതെ ഇന്ദ്രാസ്ത്രം, വജ്രാസ്ത്രം, ശക്തിബാണം, നാഗപാശം, ആഗ്നേയാസ്ത്രം, വരാഹമുഖാസ്ത്രം, ബ്രഹ്മാസ്ത്രം, ബ്രഹ്മശിരാസ്ത്രം, രാക്ഷസാസ്ത്രം എന്നിവയും രാവണന്റെ പക്കലുള്ള ദിവ്യാസ്ത്രങ്ങളായിരുന്നു. ഭഗവാൻ ശ്രീരാമനുമായുള്ള അവസാന പോരാട്ടത്തിൽ ലങ്കേശൻ രാവണൻ തൻ്റെ പക്കലുള്ള എല്ലാത്തരം ദിവ്യായുധങ്ങളും പ്രയോഗിച്ചു. രാവണന്റെ മായാശക്തിയാൽ നിർമ്മിക്കപ്പെട്ട അസ്ത്രമായിരുന്നു ജ്വലനാസ്ത്രം. രാവണന്റെ കൈവശമുണ്ടായിരുന്ന മറ്റൊരസ്ത്രമായിരുന്നു സൗരാസ്ത്രം. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന് സമാനം കറങ്ങിത്തിരിയുന്ന അനേകം ചക്രങ്ങൾ നിറഞ്ഞതായിരുന്നു സൗരാസ്ത്രം. രാമനുമായി നടന്ന അവസാന പോരാട്ടത്തിൽ രാമന് നേർക്ക് ദശമുഖൻ പ്രയോഗിച്ച മറ്റായുധങ്ങളായിരുന്നു ചക്രം, ശൂലം, മുസലം, തോമരം, പരശു തുടങ്ങിയവ. ഈ ആയുധങ്ങളെ നേരിടുവാനുള്ള വേഗത തൻ്റെ അസ്ത്രപ്രയോഗത്തിനില്ലെന്നു മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീരാമൻ ഇരുകരങ്ങളിലും ചാപങ്ങളെടുത്ത് ഒരേ സമയം പ്രയോഗിച്ചായിരുന്നു രാവണന്റെ ആയുധങ്ങളെ പ്രതിരോധിച്ചത്. രാവണന്റെ മറ്റൊരു പ്രശസ്തമായ ആയുധമായിരുന്നു ചന്ദ്രഹാസം എന്ന വാൾ. ഈ വാൾ ഉപയോഗിച്ചായിരുന്നു രാവണൻ ത്രിലോകങ്ങളും സഞ്ചരിച്ച് ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിയത്. മഹാദേവന്റെ പരമഭക്തനായ രാവണന് ഭഗവാൻ നൽകിയ അതീവ ശക്തമായ ആയുധമായിരുന്നു ചന്ദ്രഹാസം. ഈ വാൾ രാവണന് ലഭിക്കാനിടയായ കഥ ഇപ്രകാരം. ബ്രഹ്മദേവനിൽ നിന്നും വരം ലഭിച്ച ശേഷം അഹങ്കാരിയായി മാറിയ രാവണൻ സകല രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി തൻ്റെ ജൈത്രയാത്ര തുടർന്നു. ഒടുവിൽ അദ്ദേഹം കൈലാസത്തിന്റെ താഴ്വരയിലെത്തി. അവിടെ ചെന്നപ്പോൾ മഹാദേവന്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായ നന്ദികേശൻ അദ്ദേഹത്തെ തടഞ്ഞു. മഹാദേവന്റെ പരമഭക്തനായ തന്നെ തടഞ്ഞതിൽ കോപം പൂണ്ട രാവണൻ ഇഷ്ടമൂർത്തിയെ കൈലാസത്തോടെ പിഴുതെടുക്കുമെന്ന് പറഞ്ഞ് തൻ്റെ 20 കൈകളും കൈലാസത്തിന്റെ ചുവട്ടിലേക്ക് കടത്തി. കൈലാസം കുലുങ്ങി. പാർവതീദേവിയും ഭൂതഗണങ്ങളും ഭയന്നു.
ധ്യാനദൃഷ്ടി കൊണ്ട് വിവരം ധരിച്ച മഹാദേവൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് കൈലാസത്തെ കീഴ്പോട്ടി ചവിട്ടി. അതോടെ രാവണന്റെ കൈകൾ കൈലാസത്തിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു. കൈകൾ പുറത്തെടുക്കുവാൻ കഴിയാതെ വേദന കൊണ്ട് പുളഞ്ഞ രാവണൻ മഹാദേവനെ പ്രസാദിപ്പിക്കുവാൻ ശിവതാണ്ഡവ ശ്ലോകം ചൊല്ലി മഹാദേവനെ പ്രാർത്ഥിച്ചു. 1000 വർഷം അങ്ങനെ മഹാദേവനെ പ്രാർത്ഥിച്ച രാവണന്റെ മുന്നിൽ പ്രത്യക്ഷനായ മഹാദേവൻ അദ്ദേഹത്തെ മോചിപ്പിച്ച ശേഷം തൻ്റെ ശക്തമായ ചന്ദ്രഹാസം എന്ന വാൾ രാവണന് നൽകി. എന്നാൽ മഹാദേവൻ രാവണൻ ഇപ്രകാരം ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നു: നിരപരാധികളുടെ നേർക്ക് ഈ ആയുധം പ്രയോഗിച്ചാൽ അത് ആ നിമിഷം എന്നിൽ തിരികെ വന്നു ചേരും. ഈ ചന്ദ്രഹാസം ഉപയോഗിച്ച് രാവണൻ നിരവധി യുദ്ധങ്ങളിൽ വിജയിക്കുകയും നിരവധി രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു. എന്നാൽ രാവണന് ചന്ദ്രഹാസം നഷ്ടപ്പെട്ടതിനെപ്പറ്റി വ്യത്യസ്തമായ 2 കഥകൾ കാണുന്നു. അതിൽ ഒന്ന്, രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പോകുമ്പോൾ ജഡായുവിനെ തൻ്റെ ചന്ദ്രഹാസം എന്ന വാളിനാൽ വെട്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ വാൾ നഷ്ടപ്പെട്ടതായും. എന്നാൽ മറ്റൊരു കഥയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഒരിക്കൽ ഒരു ഗന്ധർവൻ ഒരു പൂച്ചയുടെ രൂപത്തിൽ മണ്ഡോദരിയുടെ മണിയറയിലെത്തി. പൂച്ചകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രാവണപത്നി ഓമനത്വം തുളുമ്പുന്ന പൂച്ചയെ വാരിയെടുത്തു മാറോട് ചേർത്തു. പൂച്ച ഒന്ന് പിടഞ്ഞതും മണ്ഡോദരിയുടെ മാറിൽ അത് നേരിയ മുറിവേൽപ്പിച്ചു. ആ നിമിഷം മണ്ഡോദരിയുടെ കഴുത്തിൽ കിടന്ന രത്നമാലയിലെ തങ്കപ്പതക്കം പൂച്ച കടിച്ചെടുത്തു രാജ്ഞിയുടെ കയ്യിൽ നിന്നും ഇറങ്ങി ഓടി. അശോകവനികയിലെത്തിയ പൂച്ച ഗന്ധർവകുമാരന്റെ വേഷം പൂണ്ട് രാവണൻ കേൾക്കുമാർ ഉച്ചത്തിൽ പറഞ്ഞു: ഈ പതക്കം കണ്ടോ, രാവണപത്നി എനിക്ക് സമ്മാനിച്ചതാണ്. ഞാനിപ്പോൾ വരുന്നത് മണ്ഡോദരിയുടെ അടുത്തു നിന്നാണ്. ഞാൻ ഏൽപ്പിച്ച നഖക്ഷതങ്ങൾ രാവണപത്നിയുടെ ശരീരത്തിൽ കാണാം. ഇത് കേട്ട രാവണൻ കോപത്താൽ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു: നീ പറഞ്ഞത് സത്യമെങ്കിൽ അവൾ എൻ്റെ ചന്ദ്രഹാസത്തിനിരയാകും. അസത്യമെങ്കിൽ ചന്ദ്രഹാസത്തിനിരയാകുന്നത് നീയായിരിക്കും. രാവണൻ മണ്ഡോദരിയുടെ അന്തപുരത്തിലെത്തി. രാജ്ഞിയുടെ മാറിടത്തിലെ മുറിവ് കണ്ട് രാവണൻ കോപാന്തതയോടെ ചന്ദ്രഹാസം എടുത്തു വീശി. തൽക്ഷണം അത് എങ്ങോട്ടോ പോയി മറഞ്ഞു. കോപാന്തനായ രാവണന്റെ കാതിൽ ഒരശരീരി മുഴങ്ങി: നിരപരാധികളുടെ നേർക്ക് ചന്ദ്രഹാസം പ്രയോഗിച്ചാൽ അത് ആ നിമിഷം എന്നിൽ വന്നു ചേരുമെന്നും ഞാൻ നേരത്തെ മുന്നറിയിപ്പ് തന്നിരുന്നുവല്ലോ. രാവണ, നിന്റെ പത്നി നിരപരാധിയാണെന്ന് നീ അറിയുക. ആ സമയം ശുക്രാചാര്യർ അവിടേക്ക് വന്നു. ജ്ഞാനദൃഷ്ടിയാൽ എല്ലാം അറിഞ്ഞ ആചാര്യർ നടന്ന സംഭവങ്ങളെല്ലാം രാവണനെ ധരിപ്പിച്ചു. രാമരാവണ യുദ്ധത്തിനു മുൻപേ രാവണന്റെ ശക്തമായ ചന്ദ്രഹാസം നഷ്ടപ്പെടുത്തുവാൻ ദേവകൾ ഒരുക്കിയ പദ്ധതിയായിരുന്നു ഇത്. രാമരാവണ യുദ്ധത്തിൽ രാവണന്റെ പക്കൽ ചന്ദ്രഹാസം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് തീർച്ചയായും ശ്രീരാമന് നേർക്കു പ്രയോഗിച്ചേനെ. അതൊഴിവാക്കാനായിരുന്നു ദേവകൾ ഇപ്രകാരം ഒരു പദ്ധതി തയ്യാറാക്കിയത്. പുരാണ കഥകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.